യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങൾ കേട്ടോ. ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവേൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവേൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവം തന്റെ അധരത്തിലൂടെ, തന്റെ ശബ്ദത്തിലൂടെ താൻ തന്നെ അറിയിക്കുന്ന ഒരാലോചനയാണിത്. അതുകൊണ്ടാണ് യഹോവയുടെ വായല്ലോ ഇത് അരുളി ചെയ്യുന്നത് എന്ന പദത്തിൽ ഇത് അവസാനിക്കുന്നത്. എന്താണ് ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നത്? എന്താണ് ദൈവം നമ്മിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? വചനം പറയുന്നു, നിർജ്ജന പ്രദേശത്ത് ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ, യഹോവയ്ക്ക് ഒരു വഴി ഒരുക്കുവീൻ. ഒരുക്കിയാൽ എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. എന്റെ മുൻപിൽ പർവ്വത സമമായി നിൽക്കുന്ന, എന്നെ മുൻപോട്ട് വിടുവാൻ അനുവദിക്കാതെ നിൽക്കുന്ന ചില മലകൾ, ചില കുന്നുകൾ, മലയും കുന്നും എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നാം ദൃശ്യമായ നേത്രങ്ങളിലൂടെ, നഗ്നമായ കണ്ണുകളിലൂടെ കാണുന്ന മലയും കുന്നിനെയും കുറിച്ചല്ല. എന്റെ മുൻപിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികൾ, എന്റെ മുൻപിൽ വാദിച്ചു നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ, അത് നികന്നു വരണം, വളഞ്ഞത് ചൊവ്വാകണം, വളഞ്ഞത് ചൊവ്വാകണം. ജീവിതത്തിൽ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് നേരെ പോകാതെ വളഞ്ഞു കുറുകിയിരിക്കുന്ന അനുഭവങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഈ യോഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനുള്ള വഴി താഴത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മ പറയുന്നു. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അവന്റെ ഗ്ലോറി അത് റിവീൽ ചെയ്യപ്പെടും. The glory of the Lord shall be revealed and all flesh shall see together. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ, അവന്റെ തേജസ് വെളിപ്പെടുമ്പോൾ, വചനം പറയുന്നു, വളഞ്ഞത് ചൊവ്വാകും, ദുർഘടങ്ങൾ സമമാകും. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയ ദൈവമക്കളോട് പരിശുദ്ധ ഈ വചനത്തിലൂടെ പറയുന്നു, ഈ കൂടാരത്തിനകത്ത്, ഈ ടെന്റിനകത്ത് ഇന്ന് രാത്രി നിങ്ങൾ വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്തിറങ്ങി വന്നാൽ, ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദുർഘടങ്ങൾ എന്നുള്ളത് ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് തീരുന്നു വീട്ടിൽ പോകുന്നതിന് മുൻപ് അത് സമമാകും. എത്ര പേർക്ക് അവൻ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയും? 2, നിങ്ങളുടെ ജീവിതത്തിൽ വളഞ്ഞത്, മുൻപോട്ട് പോകാൻ കഴിയാതെ നിങ്ങളെ വട്ടം കറക്കുന്ന അനുഭവങ്ങൾക്ക് ഇന്ന് രാത്രി സ്വർഗം വിരാമം ഇടും. വിശ്വസിക്കുക, ഇത് സാധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെടണം. നിന്റെ കുടുംബം ചൊവ്വയാകണമെങ്കിൽ, നിന്റെ ജീവിതം നേരായ വഴിയിൽ പോകണമെങ്കിൽ, ശത്രു വളച്ചു വെച്ചതും ദുഷ്ടൻ ഒതുക്കി വെച്ചതും പിശാച് മുമ്പിൽ കൊണ്ടുവച്ചതും ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിന്ന് നിലംപരിചാകണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഇറങ്ങണം. ദൈവത്തെ സ്തുതിക്കുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന, അവനെ ആരാധിക്കുന്ന തന്റെ ജനത്തിന്റെ മേലിൽ ഇന്ന് രാത്രിയിൽ തന്റെ മഹത്വത്തെ അവൻ വെളിപ്പെടുത്തും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഇവിടെ യെശയ്യാവ് പറയുന്നത്. എന്താണ് പരിഹാരം? യഹോവയുടെ മഹത്വം വെളിപ്പെടണം, സകല ജഡവും ഒരുപോലെ അതിനെ കാണണം. യഹോവയുടെ മഹത്വം വെളിപ്പെട്ടാലേ വളഞ്ഞത് ചൊവ്വാകൂ. യഹോവയുടെ മഹത്വം വെളിപ്പെട്ടാലേ ദുർഘടങ്ങൾ സമമാകൂ. യഹോവയുടെ മഹത്വം വെളിപ്പെട്ടാലേ പർവ്വതങ്ങളും കുന്നും താണു വരുള്ളൂ.
എന്ന മറുഭാഗവും കൂടെ ഒന്ന് പറയട്ടെ, വളഞ്ഞതൊക്കെ ചൊവ്വായാലേ മഹത്വം വെളിപ്പെടുള്ളൂ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ പാപത്തെ വിട്ട്, ഇന്ന് രാത്രിയിൽ നിന്റെ വളഞ്ഞ വഴികളെ വിട്ട്, ഇന്ന് രാത്രിയിൽ നീ പൊയ്ക്കൊണ്ടിരിക്കുന്ന തെറ്റായ റൂട്ടിനെ വിട്ട് നീ കർത്താവിലേക്ക് വന്നാൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ വെളിപ്പെട്ടു വരും. ശബ്ദമുയർത്തി, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്താണ് ഈ തേജസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ? വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മഹത്വത്തിന്റെ ദൈവമാണ്. സങ്കീർത്തനം 29:3 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ മഹത്വത്തിന്റെ ദൈവമെന്ന്. ദൈവം ഈസ് എ ഗോഡ് ഓഫ് ഗ്ലോറി. അവൻ തേജസ്സിന്റെ ദൈവമാണ്. എന്നാൽ നമ്മൾ മനുഷ്യരല്ലേ? നമ്മളൊരു സത്യം അറിയണം. ഈ തേജസ്, ഈ മഹത്വം ദൈവം മനുഷ്യനെ അണിയിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ തേജസ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഉടുപ്പിക്കുവാൻ, നിങ്ങളെ അണിയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴിൽ ആക്കിയിരിക്കുന്നു. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന, മനുഷ്യനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം സങ്കീർത്തനം 8-4-5 വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു. And you have crowned him with glory and honor. മനുഷ്യനെ ദൈവം വസ്ത്രം ഉടുപ്പിക്കുന്നത് പോലെ, വസ്ത്രം അണിയിക്കുന്നത് പോലെ മനുഷ്യനിൽ ഈ തേജസ് ദൈവം അണിയിച്ചിരുന്നു. എന്നാൽ എപ്പോഴാണ് മനുഷ്യനിൽ നിന്ന് ഈ തേജസ് നഷ്ടപ്പെട്ടത്? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ചും സൃഷ്ടിപ്പിനെ കുറിച്ചും, ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ ദൈവം തേജസ് കൊണ്ട് അണിയിച്ചതിനെ കുറിച്ചും വിശുദ്ധ വചനം വ്യക്തമാക്കുന്നു. 1-ാം അധ്യായം 26-27 വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. 27-ാം വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാവരും ആ വാക്യം ഒന്ന് ഉച്ചത്തിൽ പറയാമോ? ദൈവം തന്റെ സ്വരൂപത്തിൽ തന്നെ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തായിരുന്നു ദൈവത്തിന്റെ സ്വരൂപം? ഗ്ലോറി. എന്തായിരുന്നു ദൈവത്തിന്റെ പ്രത്യേകത? അവൻ തേജസ്സിന്റെ ദൈവം, അവൻ മഹത്വത്തിന്റെ ദൈവം. അപ്പോൾ തന്റെ സ്വരൂപത്തിൽ, തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് 8-ാം സങ്കീർത്തനത്തിൽ എഴുതിയത്, നീ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു എന്ന് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ പാപം മനുഷ്യനിൽ ഉണ്ടാകുന്നതിന് മുൻപ് മനുഷ്യനിൽ ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. പാപം എന്നുള്ള യാഥാർത്ഥ്യം, പാപം എന്നുള്ള സത്യം നമുക്ക് മറച്ചു പിടിക്കാൻ കഴിയത്തില്ല. 2017 ഈ സെപ്റ്റംബർ മാസത്തിൽ ദൈവത്തിന്റെ വചനം ഞാൻ ഈ ദേശത്ത് ശുശ്രൂഷിക്കുമ്പോൾ പാപം പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്.
പാപം വർദ്ധിച്ചിരിക്കുന്നു. പാപത്തിന്റെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. പാപികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ പാപം പെരുകിയ ഇടത്ത് കൃപയും അത്യന്തം വർദ്ധിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4, 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യൻ ഈ തേജസ് നഷ്ടപ്പെടുത്തിയത് നമുക്കവിടെ കാണാം. മറക്കരുത്, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞ വാക്യം ശരിയാണ്. അങ്ങനെ തന്നെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണ്. അല്ലാതെ കുരങ്ങോ ചിമ്പാൻസിയോ പരിണമിച്ച് മനുഷ്യനായതല്ല. കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യനായതെങ്കിൽ ഇന്നും കുരങ്ങുകളുണ്ട്, ഇന്നും ചിമ്പൻസികളുണ്ട്. ഒരു കുരങ്ങും ഒരു ചിമ്പൻസിയും പരിണമിച്ച് ഇന്ന് മനുഷ്യനാകുന്നില്ലല്ലോ. എന്താ 6 മാസത്തേക്ക് 2 മാസത്തേക്ക് കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായോ? ഒരിക്കലുമല്ല. എന്നാൽ സത്യം ഞാൻ പറയുന്നു, ദൈവം തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അത് തേജസ്സുള്ളതായിരുന്നു, തേജസ് കൊണ്ടായിരുന്നു. പാപം മനുഷ്യനിൽ ഉണ്ടാകുന്നതിന് മുൻപ് മനുഷ്യനിൽ ഉണ്ടായിരുന്നത് തേജസ്സാണ്. തേജസ് നഷ്ടപ്പെട്ടത് പാപം ചെയ്തത് കൊണ്ടാണ്. ഇപ്പോൾ എടുത്ത അധ്യായം കർത്താവിന്റെ ദാസൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. നോക്കിയേ, വഴിതെറ്റിക്കുന്ന കണ്ടോ? ഇന്ന് രാത്രിയിൽ ഒരു സത്യം ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നീ ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ പിശാചിനെ പോലെ ആകുമെന്നല്ല പിശാച് പറഞ്ഞത്. സാധാരണ നിലയിൽ ഒരു പിന്മാറ്റക്കാരന്റെ ആഗ്രഹം ആ പിന്മാറ്റക്കാരനെ പോലെ ആകണമെന്നല്ലേ? ഒരു മദ്യപാനി ചിന്തിക്കുന്നത് അവൻ ഒരു മദ്യപാനിയായ കൂട്ടുകാരനെയും കൂടെ കിട്ടണമെന്നല്ലേ? അപ്പൊ പിശാച് പറഞ്ഞത് അവന്റെ ട്രിക്ക് കണ്ടോണം, ടെക്നിക്ക് കണ്ടോണം. നീ ഈ ഫലം തിന്ന ദേ എന്നെ പോലെ ആകുമെന്ന് അവൻ പറഞ്ഞില്ല. കാരണം അവനെ പോലെ ആകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൻ ഇറക്കിയ ട്രിക്ക് എന്നാന്നറിയോ? ഇതങ്ങോട്ട് കഴിച്ചേ, നീ ദൈവത്തെ പോലെ ആകും. കാരണം അതത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓ, എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? അത് അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കണ്ടവർക്കറിയാം. അവൻ കണ്ടിട്ടുണ്ട്, ആദം കണ്ടിട്ടുണ്ടെന്ന്. ആദം ദൈവത്തെ കണ്ടവനല്ലേ? അവൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അടുത്ത കാര്യം ശ്രദ്ധിച്ചോണം. ഈ വൃക്ഷത്തിന്റെ ഫലം അവർ ഭക്ഷിച്ചു. ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടത് അവന്റെ തേജസ്സാണ്. ഇരുവരും നഗ്നരെന്ന് അറിഞ്ഞു. ഇവരിത് ഭക്ഷിച്ചു, അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വലിയ തിന്മ കയറി വന്നു. ആ തിന്മയുടെ പേരാണ് പാപം. പാപം. സ്തോത്രം. 2 പദങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവർ നഗ്നരെന്ന് അവരറിഞ്ഞു. അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി അവർ ഉടുത്തു. സ്തോത്രം. 2, വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഈ 2 പേരും കൂടെ ഒളിച്ചു. ഈ 2 വാക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാവോ? മറച്ചു. ഒന്ന് പറയാവോ? മറച്ചു, ഒളിച്ചു. അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി മറച്ചു. വൃക്ഷത്തിന്റെ ചുവട്ടിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ കാണാതിരിക്കാൻ ഒളിച്ചു. കാരണം എല്ലാ ഈവനിങ് ടൈമിലും എല്ലാ സന്ധ്യയുടെ യാമത്തിലും ദൈവം തമ്പുരാൻ അവരെ സൃഷ്ടിച്ചവൻ അവരെ സന്ദർശിക്കാൻ വരുമായിരുന്നു.
ഇന്ന് രാത്രിയിൽ ഉത്തരവാദിത്തമില്ലാത്തൊരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. നിന്നെ സൃഷ്ടിച്ചെങ്കിൽ അവന് നിന്നെ കുറിച്ച് ഉത്തരവാദിത്തം ഉണ്ട്. അവൻ സന്ദർശിക്കാൻ വരുമായിരുന്നു. എന്നാൽ സത്യം ഇതാണ്, ഈ കുടുംബം, ഈ മനുഷ്യർ ഒളിച്ചു മറച്ചു. എന്താണ് അതിന്റെ കാരണം? ഇവരിപ്പോൾ ഈ ഒളിച്ചതിന്റെയും ഇവരിപ്പോൾ ഈ മറച്ചതിന്റെയും പിന്നിൽ ആര് പ്രവർത്തിച്ചതാണ്? പിശാച്, പാമ്പ്, സാത്താൻ മനുഷ്യനിൽ പ്രവർത്തിച്ചതിന്റെ, പിശാചിന്റെ വാക്കുകൾക്ക് മനുഷ്യൻ വിധേയപ്പെട്ടതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലായിരുന്നോ ഈ ഒളിച്ചതും ഈ മറച്ചതും? ദയവായി പറയൂ, സത്യമാണോ? ഒരു മനുഷ്യൻ വിഷം കഴിച്ചാൽ ആ കഴിച്ച വിഷത്തിന്റെ എഫക്റ്റ് തന്റെ ശരീരത്തിൽ വെളിപ്പെടും. അതുപോലെ ദൈവം ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചാൽ, ദൈവത്തിന്റെ വാക്കിന് ആ വ്യക്തി വിധേയപ്പെട്ടാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ പിശാചിന്റെ വാക്കുകൾ കേട്ട് അവന്റെ വാക്കിന് വിധേയപ്പെട്ടാൽ അതും വെളിപ്പെട്ടു വരും. ഇവരെ രണ്ടുപേരെ നമുക്ക് പിടിക്കാൻ പറ്റും. പിശാച് ഒരുത്തനിൽ പ്രവർത്തിച്ചാൽ ഉള്ള പ്രത്യേകത, അവൻ ഒളിക്കാനും മറയ്ക്കാനും തുടങ്ങും. മനസ്സിലായില്ലല്ലേ? ഭാര്യയെ മറയ്ക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ മറയ്ക്കുന്ന ഭാര്യ, മാതാപിതാക്കളെ ചിലത് മറയ്ക്കുന്ന മക്കൾ, പാസ്റ്ററെ ചിലതൊക്കെ ഒളിച്ചും മറച്ചും ചെയ്യുന്ന വിശ്വാസി. നീ എവിടൊക്കെ എന്തൊക്കെ മറയ്ക്കുന്നോ, നീ എവിടൊക്കെ എന്തൊക്കെ ഒളിക്കുന്നോ, നീ എന്തെല്ലാം കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നോ, അതിന്റെ പിറകിൽ പരിശുദ്ധാത്മാവല്ല, ദൈവമല്ല, സാത്താനാണെന്നുള്ള സത്യം ഇന്ന് രാത്രിയിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നീ വിജയിച്ചു. ഭാര്യയെ ഒളിക്കുന്ന, ഭർത്താവിനെ ഒളിക്കുന്ന കുടുംബങ്ങൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ നിന്റെ ചെവിയിലും ഏദനിലെ പാമ്പ് എന്തോ സംസാരിച്ചിട്ടുണ്ട് എന്ന സത്യം ഇന്ന് രാത്രി നീ തിരിച്ചറിയുക. അവരൊളിച്ചു, അവരെ മറച്ചു. കാരണം പാപം ചെയ്തപ്പോ നഷ്ടപ്പെട്ടത് ഏദൻ തോട്ടത്തിന്റെ സുഖ സൗകര്യങ്ങളല്ല. ചിന്തിക്കരുത്. പിന്നെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പാപം ചെയ്തപ്പോ തേജസ് പോയപ്പോഴൊന്നും അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞ എങ്ങനാ, ഞാൻ പാപം ചെയ്തിട്ടും എനിക്ക് ശുശ്രൂഷയുണ്ടല്ലോ, ഞാൻ പാപം ചെയ്തിട്ടും ഞാൻ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞാൻ പാപം ചെയ്തിട്ടും ഞാൻ പാടുന്നുണ്ടല്ലോ, ഞാൻ പാപം ചെയ്തിട്ടും ഞാൻ കൈകൊട്ടുമ്പോ ഏതാണ്ട് പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി ഓർക്കണം, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നീ ഏതനീന്ന് ഔട്ടാവും ആ ദിവസം വരുമ്പോ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യഭവനം, ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യകൂടാരം പാപികൾക്ക് വേണ്ടിയുള്ളവല്ല. ഇന്ന് രാത്രിയിൽ തന്റെ രക്തത്താൽ കഴുകപ്പെട്ട തന്റെ ജനത്തിന് വേണ്ടിയുള്ളതാണ്. കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ഓക്കേ, തേജസ് നഷ്ടപ്പെട്ടു. പക്ഷേ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് തന്റെ തേജസ് കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇമേജ് ദൈവത്തിന്റെ ഇമേജ് ആണ്. നിങ്ങൾ അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. എങ്ങനെ ഈ തേജസ്സിലേക്ക് തിരിച്ചു വരും? കാരണം തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് നാം അനുരൂപരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാസ്റ്ററെ, ബ്രദറെ, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള സ്വപ്നം എന്താ? ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹം, ഞാൻ എന്തോ ആകാനാ ദൈവത്തിന്റെ ആഗ്രഹം? ആരെയും സന്തോഷിപ്പിക്കാനും ആരെയും പ്രസാദിപ്പിക്കാനും
ഒരു മുഖസ്തുതിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ള സത്യം വചനത്തിൽ നിന്ന് പറയാം. ദൈവം നിങ്ങൾ ആരെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തായി തീരുവാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ, നിങ്ങൾ ആരെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ 100 ഉത്തരങ്ങൾ അതിനില്ല. വചനം കയ്യിൽ കൊണ്ട് നടക്കുന്നവർക്കും ദൈവവചനം വിശ്വസിക്കുന്നവർക്കും അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ദൈവം ഞാനും നിങ്ങളും എന്തായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പൗലോസ് പറഞ്ഞു, തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് നാം അനുരൂപരായി തീരുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് നാം അനുരൂപരാകുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പിണക്കമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് കൈകൊടുത്ത് പറയാമോ, യേശുവിനെ പോലെയാകുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:1 വാക്യം. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എന്റെ വാക്കു കേൾക്കുവേൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവേൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കുവീൻ. അപ്പം നമ്മളോട്, എന്നോട്, നിങ്ങളോട് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുന്നു, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുവിൻ. ഒന്നുകൂടെ ഒന്ന് കേട്ട ആ വാക്യം, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക്. അപ്പൊ ഒരു പാറയിൽ നിന്ന് നിങ്ങളെ വെട്ടിയെടുത്തതാണ്. യെശയ്യാവ് എന്ന പ്രവാചകൻ മാനവകുലത്തെ അങ്ങനെയാണ് ആത്മാവിൽ കാണുന്നത്. ഒരു പാറയ്ക്കകത്തുനിന്ന് ഒരു പീസ് വെട്ടിയെടുത്താൽ, കരിമ്പാറയ്ക്കകത്തുനിന്ന് ഒരു പീസ് വെട്ടിയെടുത്താൽ അതും കറുത്ത പാറയായിരിക്കും. ഒരു വെള്ള കളർ മാർബിൾ പീസിനകത്തുനിന്ന് ഒരു പീസ് പൊട്ടിച്ചെടുത്താൽ അതും വെള്ള കളറായിരിക്കും. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നോക്കുവിനെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഭാഗമാണ്, ആ പാറയുടെ ഭാഗം. മനസ്സിലാവുന്നോ? വചനം ഗ്രഹിക്കണമെങ്കിൽ ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആ പാറയുടെ ഭാഗമാണ്. ആ പാറ ആരാണ്? 1 കൊരിന്ത്യർ 10:4 പറയുന്നു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു പീസ്, ഒരു കഷ്ണമാണ് നാം ഓരോരുത്തരും. അങ്ങനെങ്കിൽ നമ്മുടെ സ്വരൂപം, നമ്മുടെ കളർ, നമ്മുടെ തേജസ്, നമ്മുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ഏത് പാറയിൽ നിന്നാണോ നിന്നെ വെട്ടിയെടുത്തത്, ആ പാറയുടെ ഭാഗമാണ് നീ. സഹോദരങ്ങളെ, മനസ്സിലാകുന്നോ? എങ്കിൽ കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഓ ഹല്ലേലൂയ. എന്നാൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പാപം നിമിത്തമാണ്. എന്നാൽ ഇതിനെ നിങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, ഞാൻ പറഞ്ഞല്ലോ, തേജസ് നമ്മിൽ തിരികെ വന്നാൽ, തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് മനുഷ്യൻ നഗ്നനെന്നവൻ അറിഞ്ഞത്. തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് തോട്ടത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടത്. തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ ഒളിച്ചതും അവൻ മറച്ചതും അവന്റെ ജീവിതത്തിലെ മുഴുവൻ വീഴ്ചകളും അവിടെ തുടങ്ങുമായിരുന്നു. എന്നാൽ അതിനകത്തുനിന്നൊരു മടങ്ങി വരവ് നമുക്കുണ്ടാകണമെങ്കിൽ ആ തേജസ്സിലേക്ക് നാം തിരികെ വരണം. അങ്ങനെ മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്, ആദ്യത്തെ ആദം ദൈവം തന്റെ കരത്താൽ മെനഞ്ഞ, തന്റെ ശ്വാസമൂതി സൃഷ്ടിച്ച ആദ്യത്തെ ആദം നിമിത്തം തേജസ് നഷ്ടപ്പെട്ടെങ്കിൽ ദൈവം ഒരു പദ്ധതി ഒരുക്കി മാനവകുലത്തിന് ആ തേജസ് മടക്കി കൊടുക്കാൻ. അത് ഒരു പാപിയെ കൊണ്ട് കഴിയത്തില്ല.
അത് ഒരു മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. ദൈവം ഭൂമിയിൽ മുഴുവൻ നോക്കി, ഒരു മനുഷ്യനെ കൊണ്ടും അത് സാധ്യമല്ല. കാരണം പാപം ഇല്ലാത്തവന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ കഴിയൂ. കാഴ്ച ഉള്ളവന് മാത്രമേ കുരുടനെ വഴി കാണിക്കാൻ കഴിയൂ. വെളിച്ചം കയ്യിലുള്ളവന് മാത്രമേ ഇരുട്ടത്ത് നടക്കുന്നവന് വഴി തെളിക്കാൻ കഴിയൂ. അങ്ങനെ ദൈവം നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ കാണാതിരുന്നപ്പോൾ ദൈവം ഒരു പദ്ധതി ഒരുക്കി. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. നശിച്ചു കിടന്ന മനുഷ്യകുലം, നശിച്ചു കിടന്ന മാനവജാതി, നിത്യനാശത്തിൽ നിപതിച്ച മാനവകുലത്തിന് നിത്യജീവൻ കൊടുക്കുവാൻ, മനുഷ്യകുലത്തെ തിരികെ പിടിക്കുവാൻ ദൈവം ഒരു പ്ലാൻ ചെയ്തു, ഒരു പദ്ധതി ഒരുക്കി. ഇന്ന് ഈ രാത്രിയിൽ ഈ സുവിശേഷ യോഗം കേൾക്കുന്ന ദൈവമക്കൾ, ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിന് വന്നവർ, ഞാൻ ആ വചനം ഇവിടെ എടുത്തു പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിളിച്ചിട്ട് പറയുന്നു, നീ അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിക്കുവാനും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കുവാനും ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരുവാനും ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ദൈവം ഒരുക്കിയ പദ്ധതി, തന്റെ ഏകമകനെ, തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1:12 വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം തരുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. മനുഷ്യന് നഷ്ടപ്പെട്ടത് മനുഷ്യനിൽ തിരികെ കൊണ്ടുവരുവാൻ, ആ തേജസ്സിന് അവൻ വീണ്ടും അധികാരിയും അനുഭവസ്ഥനുമാകുവാൻ മറ്റൊരു വഴി ദൈവത്തിന്റെ മുൻപിലില്ല. തേജസ്സുള്ള തന്റെ മകനെ, സ്വർഗത്തിലെ സകല മഹത്വത്തിലും മഹിമയിലും വസിച്ച തന്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക്, ഈ താണഭൂമിയിലേക്ക് അയക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, അവൻ ദൈവമായിരിക്കെ, യേശു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി. അവന്റെ നാമത്തിങ്കൽ സ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒക്കെയും മടങ്ങും. എല്ലാം നാവും അവനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയേണ്ടി വരും. ആയുസിൽ ഞാൻ അവന്റെ മുമ്പിൽ മുട്ടുമടക്കില്ല, ആയുസിൽ ഞാൻ യേശുവിൽ വിശ്വസിക്കില്ല എന്നൊന്നും വാശി പിടിക്കരുത്. കാരണം പിതാവായ ദൈവം ഈ വാഗ്ദത്തം മാനവകുലത്തിന് നൽകി കഴിഞ്ഞു. ഈ ഒരു പ്രോമിസ് റിലീസായി കഴിഞ്ഞു. എല്ലാ മുട്ടും അവന്റെ മുൻപിൽ മടങ്ങും. എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയേണ്ടി വരും. പണമൊക്കെ പേപ്പറായി പോകുന്ന സമയമുണ്ട് കേട്ടോ. നിന്റെ കാറൊന്നും ചലിക്കാത്ത സമയങ്ങൾ വെളിപ്പെടും. ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായമാകുന്ന സമയം വരും. അപ്പോഴും നിന്റെ മേളിൽ ദൈവത്തിന്റെ തേജസ് ഉണ്ടെങ്കിൽ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് തന്റെ ഏക മകനെ നമുക്ക് നൽകിയത്. നോക്കിയേ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂല ആര്? തന്റെ ഏകമകനെ, തന്റെ പുത്രനെ നമുക്ക് തരാൻ മടിക്കാതിരുന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കും. ആ പദം ഒന്ന് പറയാവോ? യേശുവിനോട് കൂടെ സകലവും. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഓ റാബ ഷമ്മൽ ഖാദി മാസോ ട്രോറിയ. യേശുവിന്റെ കൂടെ സകലവും. അതുകൊണ്ടാണ് മത്തായി 6:33 പറഞ്ഞത്, മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ,
അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. കിട്ടും, നിനക്കത് തിരിച്ച് കിട്ടും എന്ന് പറയണമെങ്കിൽ നഷ്ടപ്പെട്ട എന്തോ ഒന്നല്ലേ? എന്താ നഷ്ടപ്പെട്ടേ? ഇതൊക്കെയും പാപം ചെയ്ത് മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ടതൊക്കെയും യേശുവിലുള്ള വിശ്വാസത്താൽ തിരികെ വരുന്നു. അതിനാണ് ബൈബിളിൽ നീതീകരണം എന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നത്. നീതീകരണം ഒന്ന് പറയാമോ? മുൻപേ അവന്റെ രാജ്യവും നീതിയെ പിന്തുടരുക, നീതിയെ അന്വേഷിക്കുക. ആ നീതിയെ അന്വേഷിക്കുമ്പം അതോടുകൂടെ, ആ നീതിയെ പിന്തുടരുമ്പോ അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. അപ്പം നീതിയിലേക്ക് വരണം. നീതിയിലേക്ക് വന്നാൽ, അതിനെ പിന്തുടർന്നാൽ ബാക്കി നിനക്ക് വേണ്ടതെല്ലാം ദൈവം ആഡ് ചെയ്ത് തരും. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ ദൈവദാസൻ വായിക്കും. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏക മനുഷ്യന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും, എല്ലാ മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ അവർ ശിക്ഷാവിധിക്ക് യോഗ്യരായി മാറി. ഓക്കെ, ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. എവിടെ വന്നു? ആരിലൂടെ വന്നു? യോഹന്നാൻ 3:16-17. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. തന്റെ പുത്രനെ അവൻ അയച്ചത് എന്നെ ശിക്ഷിക്കാനല്ല, എന്നെ രക്ഷിക്കാനാണ്. ശിക്ഷിക്കുന്ന യേശുവിനെ ചർച്ച കേട്ടിട്ടുണ്ട്. തെറ്റ് ചെയ്യരുത്, ദൈവം നിന്നെ അടിക്കും, കേട്ടിട്ടുണ്ട്. മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ അടിച്ചൊതുക്കും, കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ ദിവസവും കേൾക്കുന്നതെന്നും എനിക്കറിയാം. പക്ഷെ ഇതാ കേൾക്കണ്ടേ? ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് എന്നെ ശിക്ഷിക്കാനല്ല, എന്നെ ന്യായവിധിയിൽ അകപ്പെടുത്താനല്ല, എന്നെ രക്ഷിക്കുവാനാണ്. പക്ഷേ അടുത്ത വാക്യം എന്നാ പറയുന്നറിയോ? അവിടെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, അതുകൂടെ ശ്രദ്ധിക്കാതെ പോവല്ല. ന്യായവിധി എന്ന് പറഞ്ഞ എന്നാ? ന്യായവിധി എന്ന് പറയുന്നത് ചുമ്മാ നിങ്ങളുടെ ഹൃദയത്തെ മുറിക്കുന്ന കുത്തുപ്രസംഗമൊന്നുമല്ല. ന്യായവിധി എന്ന് പറഞ്ഞ അടുത്ത വാക്യ 18-ാം വാക്യ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല. വിശ്വസിക്കുന്നവർക്ക് എന്തില്ല? ഇനിയിപ്പോ അത് പാസ് പറഞ്ഞാലും വിശ്വാസി പറഞ്ഞാലും പ്രവാചകൻ പറഞ്ഞാലും ഞാൻ ആ ചെക്ക് ഒപ്പിട്ട് മേടിക്കുകയല്ല, ഞാൻ ആ രജിസ്റ്റർ ഒപ്പിട്ട് മേടിക്കുകയല്ല. കാരണം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതാ. ഇനി ആരെങ്കിലും വാ തുറന്ന് എന്നെ ശപിച്ചാലോ, എന്നെ ചീത്ത പറഞ്ഞാലോ, എന്നെ കളിയാക്കിയാലോ, ഞാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലോ, ഞാൻ ഭൂതമാന്ന് പറഞ്ഞാലോ, പിശാചാന്ന് പറഞ്ഞാലോ, പിന്മാറ്റക്കാരനാന്ന് പറഞ്ഞാലോ, ഞാൻ ഒരിക്കലും ആ എഴുത്തൊപ്പിട്ട് മേടിക്കുകയില്ല. കാരണം എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക്. എന്നാ അടുത്തതൂടെ കേട്ടിട്ടേ പോകാവേ. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാൻ 9 കർത്താവ് പറഞ്ഞു, വെളിച്ചത്തെ കണ്ടിട്ടും മനുഷ്യൻ ഇരുട്ടിൽ ജീവിച്ചാൽ അതാണ് ന്യായവിധി. സത്യം അറിഞ്ഞിട്ടും ആ സത്യത്തെ പിന്തുടരാതിരുന്നാൽ അതാണ് ന്യായവിധി. രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്നും
പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷകനുണ്ടെന്നും ചെവി തുറന്ന് കേട്ടിട്ടും അതിന് വില കൽപ്പിക്കാതെ പോയാൽ അത് ന്യായവിധിയാ. എന്നാൽ വിശ്വസിക്കുന്നവർക്കോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇപ്പോഴോ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കരങ്ങളെ ഉയർത്തി ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? റോമർ 3:23, 24, 25 വാക്യം ഒന്ന് വായിച്ചേ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. അത് സമ്മതിക്കുന്നോ? എങ്ങനെയാ നീതീകരിക്കപ്പെടുന്നേ? പറഞ്ഞേ. എന്റെ പെർഫോമൻസ് കൊണ്ടല്ല, ഞാൻ എന്തോ ചെയ്തത് കൊണ്ടല്ല, സൗജന്യമായിട്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ അതിനോട് റീസൺ അല്ലെന്നാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ. ഈ വാക്യം നിങ്ങളൊന്ന് വായിക്കണം. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവരും ആകേണ്ടതിന് ദൈവം നീതിമാനും. സമ്മതിക്കോ? ഓക്കെ. യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകുന്നതിന്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഏത് പ്രോസസ്സിലൂടെ കയറിപ്പോവും? നീതീകരണം. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുന്നു. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ കർത്താവ് വെറുതെ വിട്ടയക്കുന്നു. അപ്പൊ ഈ രക്ഷയും നീതീകരണവും സൗജന്യമാണ് കേട്ടോ. നമ്മുടെ പെർഫോമൻസ് കൊണ്ടൊന്നും കിട്ടുന്നതല്ലത്. ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത് കൊണ്ടും പുത്രൻ വില മുടക്കിയത് കൊണ്ട്, പ്രൈസ് അടച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. മനസ്സിലാവുന്നോ? എന്നാൽ ഇതൊരു സത്യമായ കാര്യമാണ്. അതിനകത്ത് ആരും എന്റെ കഴിവുകൊണ്ടാണെന്നൊന്നും പറഞ്ഞേക്കരുത്. കർത്താവിന്റെ കൃപയാണത്. ഞാൻ രക്ഷിക്കപ്പെട്ടാൽ, ഞാൻ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം എന്നെ നീതീകരിച്ചതും ദൈവം എന്നെ രക്ഷിച്ചതും സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. തന്റെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുവീൻ എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ എന്നെ നീതീകരിച്ചത് എന്റെ പ്രവൃത്തി കൊണ്ടല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്റെ പ്രവൃത്തി കൊണ്ടല്ല, സൗജന്യമായിട്ടാണ്. ദൈവത്തിന്റെ കൃപയാണ്. രക്ഷിക്കപ്പെട്ടവർ, നീതീകരിക്കപ്പെട്ടവർ ഇന്ന് രാത്രി തിരിച്ചറിയണം. ബൈബിൾ പറയുന്നു, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം പകരം കൊടുക്കുവാൻ. വിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് ഒത്തവണ്ണം പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. മറക്കല്ല, എല്ലാവരും ഇത് പറഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ സുവിശേഷത്തിന്റെ സത്യം പ്രസംഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇത് പറയുന്നു. പ്രവൃത്തി കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്, പ്രവൃത്തി കൊണ്ടല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് എനിക്കൊരു പ്രവൃത്തിയും ഇല്ലെങ്കിലും ഞാൻ ചുമ്മാ അങ്ങ് കർത്താവിൽ വിശ്വസിച്ച് നടന്നാൽ ഞാൻ അങ്ങ് നിത്യതയിൽ എത്തുമെന്ന് ആരും ചിന്തിക്കരുത്. ഇന്ന് രാത്രി ഈ സത്യം മനസ്സിലാക്കുക. കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേൽക്കുന്ന നാഴികയുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ആ ന്യായവിസ്താര സഭയിൽ നാം നിൽക്കുമ്പോൾ എന്റെ പ്രവർത്തികൾ ദൈവം കണക്കിടും. എന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന സത്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവനിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ നീതീകരിക്കപ്പെടാം. നീതി എന്നെ എവിടെ എത്തിച്ചെന്ന് കേൾക്കണം. റോമർ
5:1 മുതലുള്ള വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അവ വിശ്വാസത്താൽ എന്നാ ചെയ്തു? നീതീകരിക്കപ്പെട്ടു. ഓക്കെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 3 സമാധാനമുണ്ട്. 1 ദൈവത്തോടുള്ള സമാധാനം. ഒന്ന് പറഞ്ഞേ. അതെന്നാന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പം കുറ്റബോധമില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന അവസ്ഥ. കുറ്റബോധമില്ലാതെ. പിശാച് എപ്പോഴും നിന്റെ ചിന്തയ്ക്കകത്ത് നീ പാപിയാ, നീ അങ്ങനെ ചെയ്തു, ഇങ്ങനെയാ, മറ്റേതാ, നീ 4 കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നു, 10 കൊല്ലം മുമ്പ് ഇങ്ങനെയായിരുന്നു, നീ അങ്ങനെ നടന്നതാ, ഇങ്ങനെ നടന്നതാ, നിനക്ക് എൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല, നിനക്ക് പ്രാർത്ഥിക്കാനുള്ള അർഹതയില്ല എന്നൊക്കെ പിശാച് നിന്നോട് പറയുമ്പോൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ നീതീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ കുറ്റബോധമില്ലാത്ത മനസ്സാക്ഷിയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ദൈവത്തോടുള്ള സമാധാനം. 1 ദൈവത്തോടുള്ള സമാധാനം. 2 ദൈവം തരുന്ന സമാധാനം. ദൈവത്തോടുള്ള സമാധാനം എങ്ങനെ ലഭിക്കും? യേശുവിൽ വിശ്വസിച്ച് ഞാൻ നീതീകരിക്കപ്പെട്ട ആളാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വരുമ്പോൾ. ഹലോ. എന്ന് വെച്ചാൽ സ്വർഗത്തിലെ കോടതി സുപ്രീം ജഡ്ജാണ്. സ്വർഗത്തിലെ സുപ്രീം ജഡ്ജാണ് പിതാവായ ദൈവം. ആ പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് വേണ്ടി നിൽക്കുന്ന വക്കീലാണ്, അഡ്വക്കേറ്റ് ആണ് കർത്താവായ യേശു ക്രിസ്തു. ഈ വക്കീല്, ഈ അഡ്വക്കേറ്റ് സുപ്രീം ജഡ്ജായ പിതാവായ ദൈവത്തോട് പറഞ്ഞു, ഇവൻ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, ഇവൻ തെറ്റുകാരനല്ല, ഇവൻ കുറ്റക്കാരനല്ല, ഇവൻ എന്നിൽ വിശ്വസിച്ചപ്പോൾ എന്റെ രക്തത്താൽ ഞാൻ ഇവനെ കഴുകി, ഇവളെ കഴുകി ഞാൻ വിമോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ പരമാധികാരമുള്ള പിതാവായ ദൈവം പുത്രനോട് പറയുന്നു, നിന്റെ രക്തത്താൽ, നിന്നിലുള്ള വിശ്വാസത്താൽ നീ അവരെ വിമോചിപ്പിച്ചെങ്കിൽ ഇന്നു മുതൽ നിന്റെ രക്തം എപ്പോൾ അവരുടെ മേൽ വന്നോ, നീ എപ്പോൾ അവരെ വിമോചിപ്പിച്ചോ, ഇപ്പോൾ മുതൽ സ്വർഗത്തിലെ കോടതിയും അവരെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു പ്രതിയെ വാദം കേട്ട് അവൻ തെറ്റുകാരനല്ലെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു പ്രതിയെ വിട്ടയച്ചാൽ പിന്നെ അവനെ ഏത് പോലീസുകാരൻ അറസ്റ്റ് ചെയ്യാൻ കഴിയും? കോടതി ഇവൻ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് അവന്റെ കയ്യിൽ വിലങ്ങ് വെക്കാൻ കഴിയും? പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. മൂന്ന് സമാധാനം. ഒന്ന് ദൈവത്തോടുള്ള സമാധാനം, ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ഞാൻ നീതീകരിക്കപ്പെടുമ്പോൾ. രണ്ട് ദൈവം തരുന്ന സമാധാനം. ഒന്ന് പറഞ്ഞ് ദൈവം തരുന്ന സമാധാനം. അതെങ്ങനെയാ? അതൊന്നും ചെയ്യണ്ട. യേശു പറഞ്ഞു കഴിഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഓൾറെഡി ആ സമാധാനം എനിക്ക് തന്നു കഴിഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം, മനോഭാരം വരുമ്പം, പ്രയാസം വരുമ്പം എന്റെ സന്നിധിയോട്ടൊന്ന് വന്നിരുന്ന് അതിന് സ്വീകരിച്ചാൽ മാത്രം മതി. 3, അത് കേൾക്കേണ്ട കാര്യം കേട്ടോ. എന്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സമാധാനം. എന്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സമാധാനം. അതെന്നാന്നറിയോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? വിശ്വസിച്ചു, യേശുവിൽ വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു. ഇപ്പൊ ദൈവസന്നിധിയിലൊക്കെ ചെന്ന് നിൽക്കാൻ, പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. 2, യേശു സമാധാനത്തിന്റെ ദൈവമാണെന്ന് മനസ്സിലാക്കി ആ സമാധാനമൊക്കെ പ്രാപിച്ച് നല്ലൊരു ചർച്ചിലൊക്കെ പോയി ആരാധിച്ച് ബൈബിളൊക്കെ വായിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ എനിക്ക് നോർമലി എന്തുണ്ട്? ഇപ്പം സമാധാനം ഉണ്ടല്ലേ. പക്ഷേ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചില്ലെങ്കിൽ, ഞാൻ നീതീകരിക്കപ്പെട്ട ആളായിരിക്കും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും, ഞാൻ ഭയങ്കര പ്രസംഗിക്കുന്ന ആളായിരിക്കും, എല്ലാം ശരിയാ. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന ക്രമത്തിൽ നിന്ന് ഞാൻ പോയാ, നല്ല ഭാഷ പറഞ്ഞാല്
സഭയിൽ വന്നിട്ട് ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യൻ, കർത്താവിന് വേണ്ടി നിൽക്കേണ്ട ആള് വസ്തുക്കച്ചവടത്തിനും വണ്ടി കച്ചവടത്തിനും ബ്രോക്കർ പണിക്കും കടം മേടിക്കാനും വിശ്വാസിയുടെ നിന്ന് വായ്പ മേടിക്കാനും കള്ളപ്രവചനം പറയാനും ഒക്കെ നടന്ന ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്കകത്തൊക്കെ പോയി കുടുങ്ങിയാൽ, തെറ്റായ ബന്ധങ്ങൾക്കകത്തൊക്കെ പോയി പെട്ടാൽ ഉറപ്പായും നിന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കും. നിങ്ങൾ വിശ്വാസിയാണേലും പാസ്റ്റർ ആണേലും ഉപദേശിയാണേലും ഇനി ആരാണേലും. അതുകൊണ്ട് ഈ 3 സമാധാനം ഒരുപോലെ ബാലൻസ് ചെയ്യണം. ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം, ജസ്റ്റ് ബിലീവ് ഇൻ ജീസസ്, നിങ്ങൾക്ക് ലഭിക്കും. 2, ദൈവം തരുന്ന സമാധാനം, ജസ്റ്റ് റിസീവ് ഇറ്റ്. 3, എൻ്റെ ജീവിതത്തെ ഞാൻ ഒരു ക്രമീകരണത്തിൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. നീതീകരിക്കപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക്, വിശ്വാസത്തിൽ വന്നവരുടെ ശ്രദ്ധയ്ക്ക് ദൈവം തരുന്ന സമാധാനവും ദൈവത്തോടുള്ള സമാധാനവും ഒക്കെ നല്ലതാ. അപ്പൊ തന്നെ ആ സമാധാനം നിലനിർത്താൻ, ആ അഭിഷേകം നിലനിർത്താൻ നീ പ്രാപിച്ചത്, നീ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചത് നീ സംരക്ഷിക്കണം, ഗാർഡിയണം. അതിന് നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഈ മെസ്സേജിനകത്തുനിന്ന് 2 പ്രൊഫറ്റിക്കൽ വേർഡ്സ്, 2 പ്രവചന ശബ്ദങ്ങൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തോട് സമാധാനം ലഭിക്കുന്നു. 5-ാം അധ്യായം 2-ാം വാക്യം. അതെന്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. മതി, ഇത്രയേ ഉള്ളൂ. മെസ്സേജ് വെരി സിമ്പിൾ ആണ്. നിങ്ങളിത് റിസീവ് ചെയ്യണം, വിശ്വസിക്കണം, സ്വീകരിക്കണം. യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പം ഞാൻ നീതീകരിക്കപ്പെടുന്നു. ആ നീതി എന്നെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണെന്നറിയാവോ? ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ. കണ്ടോ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. ഒന്ന് പറയാമോ? പ്രവേശനം ലഭിച്ചു. എൻട്രി കിട്ടി. എനിക്കൊരു എൻട്രി കിട്ടി, എനിക്കൊരു പ്രവേശനം കിട്ടി. ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് എൻട്രി കിട്ടിയത്, എനിക്ക് പ്രവേശനം കിട്ടിയത് എവിടേക്കാ? ദൈവ തേജസ്സിലേക്ക്, ആ ഗ്ലോറിയിലേക്ക്. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിൽ ആ ദൈവത്തിന്റെ തേജസ് ഉണ്ട്. 2, നിങ്ങൾ ആ തേജസ്സിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞവരാണ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. അതിൽ എൻട്രി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിൽ വിശ്വസിക്കൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കൂ. നഷ്ടപ്പെട്ട തേജസ്സിലേക്ക് നിങ്ങൾ ഇന്ന് രാത്രിയിൽ മടങ്ങി വരൂ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലിസൺ ടു മീ. 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയുന്നു. അവന്റെ മഹത്വം, അവന്റെ തേജസ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഭവനത്തിൽ അവൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവന്റെ തേജസ് നിങ്ങളിൽ വന്നു. എങ്ങനെ? യേശുവിലുള്ള വിശ്വാസത്താൽ, അവനിലുള്ള നീതീകരണത്താൽ അവന്റെ തേജസ് എന്നിൽ വന്നു. ഒറ്റ വാക്കിൽ പൗലോസ് പറഞ്ഞു, മഹത്വത്തിന്റെ, മഹത്വം എന്ന് പറഞ്ഞ ഗ്ലോറി, മഹത്വം എന്ന് പറഞ്ഞ ഗ്ലോറി, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഇപ്പോൾ ഈ തേജസ് എവിടെയുണ്ട്? ഇപ്പോൾ ഈ ഗ്ലോറി എവിടെയുണ്ട്? ഇപ്പോൾ ഈ മഹത്വം എവിടെയുണ്ട്? യേശുവിൽ വിശ്വസിക്കുന്നവർ ഒന്ന് ശബ്ദമുയർത്തി പറയുമോ? അത് എന്നിലുണ്ട്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആ തേജസ്, ആ മഹത്വം, ആ ഗ്ലോറി എന്നിൽ മാത്രം വെളിപ്പെടുത്താനല്ല അവന്റെ പദ്ധതി. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. അവന്റെ മഹത്വം നിങ്ങളുടെ ഭവനത്തിൽ അവൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ,
നിങ്ങൾ ഇട്ടിട്ട് വന്ന വീട്ടിൽ അവന്റെ മഹത്വത്തെ അവൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ മഹത്വം നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെട്ടാൽ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാനാവിലെ വിവാഹ വീട്ടിൽ 11-ാം വാക്യം 2:11 ജോൺ ചാപ്റ്റർ 2:11 യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാ ഒരു കല്യാണ വീട്. കാനാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കല്യാണം നടക്കുന്നത്. ആ വീട്ടിൽ യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചു. യേശു കർത്താവ് നമുക്കറിയാം പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റി. എന്നാൽ ആ ഒരു അത്ഭുതം അവിടെ നടന്നു കഴിഞ്ഞപ്പോ 11-ാം വാക്യം എന്നാ പറയുന്നേ? യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഒന്ന് പറയാമോ? അവന്റെ മഹത്വം വെളിപ്പെടുത്തി. എവിടെയാണ് അവന്റെ മഹത്വം വെളിപ്പെടുത്തിയത്? ഒരു കല്യാണ വീട്ടിൽ, ഒരു വീട്ടിൽ അവന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ മഹത്വം ആ വീട്ടിൽ വെളിപ്പെട്ടപ്പോ അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇന്ന് രാത്രിയിൽ അവന്റെ മഹത്വം നിന്റെ വീട്ടിൽ വെളിപ്പെട്ടാൽ വിശ്വസിക്കാത്ത ചിലതൊക്കെ വിശ്വസിക്കും. അവന്റെ മഹത്വം നിന്റെ വീട്ടിൽ വെളിപ്പെട്ടാൽ പിന്മാറ്റത്തിൽ പോയ ചിലതൊക്കെ മടങ്ങി വരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി സ്വീകരിച്ചേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തോട് പറയുന്നു, അവന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുത്തി നിന്റെ നിന്നയെ എടുത്തു കളഞ്ഞ് അവന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തി നിന്റെ നിന്ദകളെ നീക്കി നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ, നിന്നെ പുച്ഛിച്ചവരുടെ മുൻപിൽ നിന്നെ ഒരു മാനപാത്രമാക്കി. ഓ റാബാന ശതുര പ്രഭന ചുഗൽ കരകദര അത്തൽ പ്രഭാ ജഗത്തുന സത്തൽ പ്രഭേ ഒരു മാനപാത്രമാക്കി ദൈവം തീർക്കും. കർത്താവിന്റെ മഹത്വം തിരുവനന്തപുരം പട്ടണത്തിൽ വെളിപ്പെട്ടാൽ ഈ പട്ടണത്തിൽ യേശുവിൽ വിശ്വസിക്കാത്തവർ അവനിൽ വിശ്വസിക്കും. ഈ ദേശത്തിൽ കുടുംബത്തിൽ അവന്റെ മഹത്വം വെളിപ്പെട്ടാൽ മാറി നിൽക്കുന്ന ചിലത് അവന്റെ സാന്നിധ്യത്തോട് അടുത്തു വരും. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. കാനാവിലെ വീട്ടിൽ മഹത്വം വെളിപ്പെട്ടപ്പോ എന്നാ നടന്നേ? വിശ്വസിക്കാത്തവർ വിശ്വസിച്ചു. അപമാനം മാറി. ഇനി ഞാൻ നിങ്ങളെ വേറൊരു വീട്ടിലോട്ട് കൊണ്ടുപോവാ കേട്ടോ. ആ വീട് ബഥാനിയ. അവിടെ 3 പേരുണ്ട് ആ വീട്ടിൽ. മാർത്ത, മറിയ, ലാസർ. 3 പേരുണ്ട് ആ വീട്ടിൽ. അവർക്കൊരേ ഒരു സഹോദരനേ ഉള്ളൂ. ആ സഹോദരൻ യേശുവിന്റെ സുഹൃത്തു കൂടായിരുന്നു. നിന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നല്ലേ യേശുവിനെ അറിയിച്ചേ? യേശുവിന്റെ സ്നേഹിതനായിരുന്നു ലാസർ. ആ വീടുമായി കർത്താവിന് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ആ വീടുമായി കർത്താവിന് ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റുള്ള വീടുകളിൽ നിന്ന് ആ വീട് വ്യത്യസ്തമായതും. ഹല്ലേലൂയ. എന്നാൽ ആ സഹോദരൻ ദീനമായി കിടന്നപ്പോ ആളെ വിട്ട് അറിയിച്ചു. യേശു വന്നില്ല. യേശു അതിന് ആ നിമിഷം മറുപടി കൊടുത്തില്ല. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും മറുപടികൾ വൈകുന്നെങ്കിൽ, നീ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രി മറുപടി വൈകുന്നെങ്കിൽ, ഒറ്റ വാക്കിൽ ഞാൻ അതിന് ഉത്തരം പറയാം. അവന്റെ മുഴുവൻ മഹത്വം ആ വിഷയത്തിൽ വെളിപ്പെടുത്താനാണ്. അവന്റെ മുഴുവൻ മഹത്വം ആ വിഷയത്തിൽ അവന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പറഞ്ഞപ്പോ മറുപടി കിട്ടിയില്ല. ലാസർ മരിച്ചു, ദീനമായി മരിച്ചു, രോഗിയായി മരിച്ചു. ലാസറിനെ കല്ലറയ്ക്കകത്ത് അടക്കി 4 ദിവസമായി. 4-ാമത്തെ ദിവസം ഈ ഭവനത്തിലേക്ക്
യേശു വരികയാണ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. യേശു ആ വീട്ടിലേക്ക്, ആ വീടിന്റെ വഴിയിലൂടെ നടന്നു വരുമ്പോ മാർത്ത ഓടി വന്നു. മാർത്ത യേശുവിനെ എതിരേറ്റു. മറിയ വന്നില്ല കേട്ടോ. മറിയക്ക് ഇച്ചിരി പിണക്കമുണ്ട്. കാരണം പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വന്നില്ല. ഇച്ചിരി പിണക്കമുണ്ട്. മറിയ വീട്ടിലാ. പക്ഷെ മാർത്ത ഓടി വന്നു. വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, ഗുരു, റബി, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്കത് ചെയ്യുമെന്നും ഞാൻ അറിയുന്നു. എന്തായിരുന്നു മാർത്തയുടെ വിശ്വാസം എന്ന് പറയട്ടെ. എന്നെ ഒന്ന് നോക്കിയേ. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ ചിലത് സ്വീകരിച്ചോണം കേട്ടോ. ഇത് പറയുമ്പോ തന്നെ ചില ഡെലിവറൻസ് നടക്കാൻ പോവാ. മാർത്ത എന്നാ പറഞ്ഞെന്നറിയോ? ഗുരു, റബോനി, ടീച്ചർ, മാസ്റ്റർ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ 4 ദിവസം മുമ്പ് നീ എന്റെ വീട്ടിൽ വന്നായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പൊ മാർത്തയുടെ വിശ്വാസം എന്നാ? ഇന്നലകളിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള, ഇന്നലകളിൽ പ്രവർത്തിച്ച യേശു. ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച യേശുവിനെ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? അതിന് ഉത്തരം പറയാത്തവരുടെ ശ്രദ്ധയ്ക്ക്, ഇന്നലകളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടും ഇന്നലകളിൽ അവൻ നിങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ടുവാ ഇന്ന് രാത്രി ഇവിടെ വന്ന് ഇരിക്കുന്നത്. ശ്രദ്ധിച്ചേ, മാർത്തയുടെ വിശ്വാസം കണ്ടോ? ഇന്നലകളിൽ പ്രവർത്തിക്കുന്ന യേശു. രണ്ടാമത് അവൾ പറഞ്ഞത് എന്താ? എന്റെ സഹോദരൻ ഉയർക്കും. അവൾ വിശ്വസിച്ച കാര്യം എന്താണെന്നറിയാവോ? കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേൽക്കുന്ന ഒരു നാഴിക വരുന്നെന്ന് അവൾക്കറിയാം. അവൾ യേശുവിന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ പോകുന്നവളായിരുന്നു. അവൾക്കറിയാമായിരുന്നു കർത്താവിൽ വിശ്വസിക്കുന്നവന് ഒരു പുനരുത്ഥാനമുണ്ടെന്ന്. യേശു പറഞ്ഞില്ലേ, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. അപ്പം മാർത്ത വിശ്വസിച്ച 2 കാര്യങ്ങൾ. എന്നെ നോക്കിയേ, ഇതൊരു വലിയ സന്ദേശം നിങ്ങൾക്ക് തരികയാ ദൈവാത്മാവ്. മാർത്ത വിശ്വസിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്നലകളിൽ പ്രവർത്തിക്കുന്ന യേശു. അത് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. 2, നാളുകളിൽ പ്രവർത്തിക്കുന്ന യേശു, വരുന്ന ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്ന യേശു. ഇത് രണ്ടും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും കർത്താവിന്റെ മടങ്ങി വരവിങ്കൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ, എന്റെ സഹോദരനായ ലാസറും അന്ന് ഉയർക്കും എന്ന വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. മറിയ യേശുവിനെ എതിരേൽക്കുമ്പോൾ യേശു അവളോട് ചോദിച്ച ചോദ്യം എന്നാണെന്നറിയോ? അവനെ വെച്ച സ്ഥലം എവിടെ? അവനെ വെച്ച സ്ഥലം എവിടെ? എന്താ വാക്കിന്റെ ധ്വനി എന്നറിയോ? അവനെ വെച്ചത് എവിടെയാ? അവനെ അടക്കിയത് ഏത് കല്ലറയിലാ? മാർത്ത, ഞാൻ ഇന്നലെയുടെ ദൈവം മാത്രമല്ല, ഞാൻ നാളെയുടെ ദൈവം മാത്രമല്ല, ഞാൻ ഇന്നിന്റെയും ദൈവമാണ്. അവനെ വെച്ച സ്ഥലം എവിടെ? ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നാളുകളിലല്ല, ഇന്നലകളിലല്ല, ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറ. നഷ്ടപ്പെട്ട ലാസർ തിരിച്ചു വരണം. യേശു ഒറ്റ പദമയോടെ പറഞ്ഞുള്ളൂ കേട്ടോ. ഈ വിഷയത്തിൽ കഥ ഒരുപാട് പറയാനുണ്ട് മാർത്തയ്ക്കും മറിയയ്ക്കും. പക്ഷെ യേശുവിന് പറയാൻ ഒറ്റ വേർഡേ ഉള്ളൂ: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.
ഇതാ കാനാവിൽ വെളിപ്പെട്ട മഹത്വം നിന്നേ മാറ്റി ചിലരെ വിശ്വസിപ്പിച്ചെങ്കിൽ ബഥാനിയയിലെ വീട്ടിൽ വെളിപ്പെട്ട മഹത്വം നഷ്ടപ്പെട്ടത് തിരികെ കൊണ്ടുവന്നു. ആയുസിൽ കാണാൻ കഴിയത്തില്ലെന്ന് കരുതിയ സഹോദരനെ തിരികെ കൊണ്ടുവന്നു. ഇന്ന് രാത്രിയിൽ ഒരിക്കലും നിനക്ക് ലഭിക്കത്തില്ലെന്നും എന്നെന്നും നിനക്ക് നഷ്ടമായെന്നും നീ കരുതിയത് ആ സമാധാനം, ആ സൗഖ്യം, നിന്റെ ഭവനത്തിലെ വിടുതൽ, നിന്റെ മാതാപിതാക്കളുടെ വിടുതൽ, നിന്റെ സഹോദരങ്ങളുടെ വിടുതൽ ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ള ദൈവം ഇതിന്റെ നടുവിലുണ്ട്. ഉണ്ട് 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 ഇന്ന് രാത്രിയിൽ നിന്റെ മഹത്വത്തെ എന്നെ കാണിക്കണമേ. അവന്റെ മഹത്വം കാനാവിലെ വീട്ടുകാർ കണ്ടപ്പോ നഷ്ടപ്പെട്ടത് ഇല്ലെന്ന് പറഞ്ഞത് ഉണ്ടായി വന്നു. കാനാവിലെ വീട്ടിൽ അവന്റെ മഹത്വം വെളിപ്പെട്ടപ്പോ വിശ്വസിക്കാത്തവർ വിശ്വസിച്ചു. ബഥാനിയിലെ വീട്ടിൽ അവന്റെ മഹത്വം വെളിപ്പെട്ടപ്പോ നഷ്ടപ്പെട്ടത്, ചത്തത് തിരിച്ചു വന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ ലൈഫിൽ നഷ്ടപ്പെട്ടതൊക്കെ അവന്റെ മഹത്വം തിരികെ കൊണ്ടുവരും. മാനവകുലത്തിന് നഷ്ടപ്പെട്ട തേജസ്, ദാറ്റ്സ് ഗ്ലോറി, യേശുവിലൂടെ എന്നിൽ വെളിപ്പെടും.